എം ടിയുടെ തിരക്കഥയിൽ ലാലേട്ടൻ നായകനായിട്ട് എത്താനിരുന്ന സിനിമയായിരുന്നു രണ്ടാം ഊഴം. എം ടിയുടെ തന്നെ രണ്ടാം ഊഴം എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ഒടിയൻ സിനിമയുടെ ഡയറക്ടറായ വി എസ് ശ്രീകുമാർ മേനോൻ 1000 കോടി ബജറ്റിൽ 2 ഭാഗങ്ങളായിട്ട് ചെയ്യാനിരുന്ന സിനിമ പിന്നീട് എം ടി വി എസ് ശ്രീകുമാർ മേനോൻ്റെ അടുത്തുനിന്ന് തിരക്കഥ വാങ്ങുകയും കേസ് കൊടുത്തും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ആ ഒരു സിനിമ ഡ്രോപ്പായി. ഇപ്പോൾ എം ടിയുടെ കുടുംബാംഗങ്ങൾ ഈ ഒരു സിനിമ വീണ്ടും ഓണാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനുവേണ്ടി മണിരത്നത്തിനെ സമീപിച്ചെന്നും മണിരത്നം മറ്റൊരു ഡയറക്ടറിൻ്റെ പേര് സജസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാം ഊഴം എന്ന സിനിമ 2 പാർട്ടുകളിൽ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. രണ്ടാം ഊഴം എന്ന നോവൽ എം ടിയുടെ ഒരു മഹാഭാരതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭീമൻ്റെ കണ്ണിലൂടെ എം ടി കാണുന്ന ഒരു മഹാഭാരതമാണ് രണ്ടാം ഊഴം. ഭീമനായിട്ട് ലാലേട്ടൻ തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു എം ടിയുടെ ആഗ്രഹം. എന്തായാലും എം ടി വാസുദേവൻ നായർ ഇപ്പോൾ അടുത്ത് മരണപ്പെടുകയും ചെയ്തു. ഇനി ഈ ഒരു സിനിമയിൽ ഭീമനായിട്ട് ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ അഭിനയിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങളായിരിക്കുമോ അഭിനയിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും സിനിമയുടെ ഡയറക്ടറിനൊന്നും ഇതുവരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയൊക്കെ കാണുമ്പോൾ ലാലേട്ടൻ തന്നെ ഈ ഒരു സിനിമയിൽ ഭീമനായിട്ട് എത്തണമെന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മലൈക്കോട്ടെ വാലിബനിലെ ഓരോ സീക്വൻസുകൾ കാണുമ്പോഴും ഭീമനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആ ഒരു സിനിമയിൽ ലാലേട്ടൻ കാഴ്ചവെച്ചത്. എന്തായാലും രണ്ടാം ഊഴം എന്ന സിനിമ സംഭവിക്കട്ടെ, അതിൽ ലാലേട്ടൻ തന്നെ ഭീമനായിട്ട് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.